ഹലോ വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളും ഈസിയുമായിട്ടുള്ള സ്ട്രോബെറി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. നമ്മളിവിടെ ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ട്രോബെറി അവൈലബിൾ അല്ലെങ്കിൽ ഇതേ റെസിപ്പിയിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി എസൻസ് വെച്ചിട്ടും ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിവിടെ 1 ലിറ്റർ പാലിലാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ലിറ്ററിന് 10 ഗ്രാം ചൈന ഗ്രാസ് എന്ന അളവിലാണ് നമ്മൾ ചൈന ഗ്രാസ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ചൈന ഗ്രാസിന് പകരം നമുക്ക് ജെലാറ്റിനും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോബെറി എടുക്കാം. അപ്പോൾ ഞാൻ 2 ബോക്സ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതിൽ 1.5 കപ്പ് സ്ട്രോബെറി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് അളവൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള അത്ര പ്യൂരി ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഈ ഒരു സ്ട്രോബെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നല്ല പോലെ പ്യൂരി ആക്കി എടുക്കുക. ശേഷം നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എനിക്കൊരു 3/4 കപ്പോളം പ്യൂരിയാണ് കിട്ടിയിട്ടുള്ളത്. സ്ട്രോബെറി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു പ്യൂരിക്ക് പകരം സ്ട്രോബെറി എസൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലോട്ട് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതേസമയം തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസും കൂടെ ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരേ സമയം നമ്മൾ രണ്ടും കൂടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. പാല് അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാലും ഒന്ന് തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആകുന്ന സമയത്ത് അത് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാലൊന്ന് തിളക്കാനാവുന്ന ഒരു സമയത്ത് നമുക്കൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമ്മുടെ ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് പാലിലോട്ട് 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു റിച്ച് ടേസ്റ്റ് നമുക്ക് നമ്മുടെ പുഡിങ്ങിന് കിട്ടുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. അധികം ലംസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്ട്രോബെറി പ്യൂരി നമ്മുടെ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി ഇല്ലാത്തൊരു സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ട്രോബെറി എസൻസ് വെച്ചിട്ടും ഇതേ രീതിയിൽ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 2-3 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലൊരു കളറും കിട്ടും. പിന്നെ നമ്മൾ ഫ്രഷ് സ്ട്രോബെറി വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതിന് കളർ കുറച്ച് കുറവായിരിക്കും. ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നമുക്ക് ഈ ഒരു പുഡിങ്ങിന് കിട്ടുക. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ മുകളിൽ ചെറിയ ബബിൾസൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് 20 മിനിറ്റോളം ഈ ഒരു പുഡിംഗ് മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മുകളിലോട്ടുള്ള ടോപ്പിംഗ് ഒന്ന് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് സ്ട്രോബെറി കൊമ്പോട്ടാണ്. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായിട്ട് വരും. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ സ്ട്രോബെറി കൊമ്പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്ട്രോബെറി സിറപ്പിൻ്റെ ചൂടൊന്ന് ആറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി കൊമ്പോട്ട് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുമായിരിക്കും, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രോബെറിൻ്റെ സിറപ്പ് നമ്മൾ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് ഇത് റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.